സോ ഗായ്സ്, മൈദാൻ ആസ് വി നോ ഹിന്ദി പടമാണ്. അജയ് ദേവ്ഗണ്ണാണ് ലീഡ് ആക്ടർ ആൻഡ് പ്രിയാമണി എൻ്റെ ബഞ്ച് ഓഫ് കിഡ്സ്. നമുക്ക് പെർഫോമൻസുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഡയറക്ടർ അമിത് ശർമ്മ. ഹാവൻ സീൻ എനി അതർ മൂവീസ് ഓഫ് അമിത് ശർമ്മ, പക്ഷേ കാണണം. മാർക്ക് ചെയ്യപ്പെടേണ്ട ഒരു പേരാണ് എ മാൻ വിത്ത് ക്രാഫ്റ്റ്. അത് ആൾ മൈതാനിലൂടെ തെളിയിച്ചു. ഹീസ് എ മാൻ വിത്ത് ക്രാഫ്റ്റ് എന്നുള്ളത്. അത് ഓരോ ഷോട്ടിലും നമുക്ക് ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമല്ലോ, ഒരു സിനിമയിൽ ആ ഡയറക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ആ ഒരു പെർസ്പെക്റ്റീവാണ് സിനിമേനെ മുന്നോട്ട് നയിക്കുന്നത്. അത് ക്ലിയറാണ്, ഒരു വിധ കൺഫ്യൂഷനോ ഒന്നും ഇവിടെ ഇല്ല ഡയറക്ടർക്ക്. സോ അമിത് ശർമ്മ ഡെഫിനറ്റ്ലി എ മാൻ വിത്ത് ക്രാഫ്റ്റ്. പിന്നെ റൈറ്റേഴ്സ്, സ്ക്രീൻ പ്ലേ നോക്കുകയാണെങ്കിൽ സൈവാൻ ഖുർദാസ്, അമാൻ റായ്, അതുൽ ഷാഹി, അങ്ങനെ ഒരു അമിത് ശർമ്മ, അങ്ങനെ ഒരു കോംബോ ഓഫ് റൈറ്റേഴ്സാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി, എന്താ പറയുക, ദ സ്റ്റാർ ഓഫ് ദ ഷോ പറയാണ്ട് പറ്റില്ല. സിനിമാറ്റോഗ്രാഫീനെ പറ്റി പറയാണ്ട് ഈ സിനിമയുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പൂർത്തിയാവില്ല. കാരണം ഈ സിനിമേനെ അത്രയും എന്താ പറയുക, ഒരു ഫാൻറ്റാസ്റ്റിക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. അത്രയും പൊളിയാക്കി മാറ്റിയത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. അത് തുഷാർ കാന്തി റായ്, ഫൈദോർ ലയാസ്, ഇവർ രണ്ടുപേരാണ് സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ആൻഡ് സല്യൂട്ട്, വാട്ട് എ വർക്ക് ദീസ് ടു ഹാവ് ഡൺ. ഒന്നും പറയാനില്ല, പൊളി എന്ന് പറഞ്ഞ പൊളി. അതായത് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മൈദാൻ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഡ്രാമയാണ്. അപ്പം ഇന്ത്യൻ സിനിമയ്ക്ക് സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു പുതുമയല്ല. ബിഗില് പോലെ ഇഷ്ടംപോലെ സ്പോർട്സ് ഡ്രാമകൾ ഇറങ്ങിയിട്ടുള്ളതാണ്. ബിഗിലെ സിനിമാറ്റോഗ്രാഫിയൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റേഡിയം സീൻസൊക്കെ എവിടുന്ന് കട്ട് കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചതാണെന്നുള്ളത് ഇത്. അപ്പം അത് കണ്ടിട്ട് ഇതിലെ സിനിമാറ്റോഗ്രാഫി കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതായത് ആ സ്റ്റേഡിയത്തിൽ അത്രയും കാണികൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ ആ കാണികളിൽ ഒരാളായി ഇരുന്നു കൊണ്ട് മത്സരം കാണുന്നൊരു ഫീലിംഗ്, അത് എന്നിലെ പ്രേക്ഷകന് ഈ സിനിമയിൽ സിനിമാറ്റോഗ്രാഫിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓരോ ഗോള് എന്താ പറയുക നേടുമ്പോഴും ആ കാണികൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓരോ ഗോൾ മിസ്സാകുമ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ആ ഒരു കാണികളിൽ ഒരാളായിരുന്നു കൊണ്ട് ആ സിനിമ കാണുന്നൊരു ഫീലിംഗ് അതൊരു പോയിൻറ്റിലും വിട്ടുപോയില്ല. ആ ലെവൽ ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു പോയിൻറ്റിൽ പോലും ഈ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പം ആ സ്റ്റേഡിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുവാണ് എന്നൊരു ഫീലിംഗ് അല്ല. ഐ ഫീൽ ലൈക്ക് ഐ വാസ് ഇൻ ദാറ്റ് സ്റ്റേഡിയം അലോങ് വിത്ത് ദാറ്റ് ഓഡിയൻസ് വാച്ചിങ് ദാറ്റ് ഗെയിം. അതാണ് ആ ലെവൽ ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ് ഈ സിനിമയ്ക്കുള്ളത്. എനിക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിനെ പറ്റി പറഞ്ഞിട്ടും മതിയാവുന്നില്ല. പിന്നെ മ്യൂസിക്, ആസ് വി ഓൾ നോ, AR റഹ്മാൻ, ദ മാൻ, ദ ലെജൻഡ്. ഒന്നും പറയാനില്ല ആ മനുഷ്യൻ്റെ മ്യൂസിക്കിനെ പറ്റി. ആടുജീവിതത്തിലൊക്കെ ഒന്ന് ഞെട്ടിച്ച് പോയതാണ്. പൊളിയാണത് AR റഹ്മാൻ്റെ മ്യൂസിക്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനിനോട് അടുക്കുമ്പം ആ ക്ലൈമാക്സ് സീനിൽ AR റഹ്മാൻ്റെ മ്യൂസിക്കും ഇവരുടെ രണ്ടുപേരുടെ സിനിമാറ്റോഗ്രാഫിയും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നൊരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ പറയും സിനിമ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇന്നും പിടികിട്ടാത്ത, അർത്ഥം എന്താണെന്നറിയാത്തൊരു മാജിക്കാണ്. ആ മാജിക്ക് ഈ സിനിമ അങ്ങനെ ഒരു മാജിക്കാക്കി മാറ്റുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്, പ്ലസ് AR റഹ്മാൻ്റെ മ്യൂസിക്കും ഒന്നും പറയാനില്ല. പിന്നെ പെർഫോമൻസുകൾ, അജയ് ദേവ്ഗൺ, ആ മനുഷ്യൻ ഇതിലെ ക്യാരക്ടറായിട്ടങ്ങ് ജീവിച്ചു, അത്ര തന്നെ. അഭിനയിച്ചു എന്ന് ഞാൻ പറയില്ല, കാരണം ആളുടെ ആക്ടിങ് ഇതിൽ ഞാൻ കണ്ടില്ല. ആ ക്യാരക്ടറായിട്ട് അജയ് ദേവ്ഗൺ അങ്ങ് ജീവിച്ചു സിനിമയിൽ. അത് ഓരോ ആസ്പെക്റ്റും, കാരണം ഇതൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഈ സിനിമയിലുള്ളൊരു ഇതെന്ന് പറയുന്നത് ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്ന
സലീം സലീം അല്ല, റഹീം, എസ് എ റഹീം, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണിത്. അപ്പം ഈ സിനിമയിൽ കാണിക്കണോണം തന്നെ എസ് എ റഹീം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ജീവിച്ചിരുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നൊരു ക്യാരക്ടറിനെ ആണ് പോർട്രേ ചെയ്യുന്നത്. അപ്പം ആ ക്യാരക്ടറായിട്ടങ്ങ് ജീവിക്കുകയാണ് അജയ് ദേവ്ഗൺ ചെയ്തത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനിലൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ട് ആ മനുഷ്യൻ്റെ. അതായത് അസുഖമാണ്, ലങ് ക്യാൻസറാണ്, പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് പറയണ്ട, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൊമെൻറ്റ്സാണത്. നമുക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന സിനിമാറ്റിക് മൊമെൻറ്റ്സാണത്, പ്രഷ്യസ് മൊമെൻറ്റ്സാണ്. എല്ലാവരും, ഒരു പ്രിയാമണി ആണെങ്കിലും മറ്റു ഈ ഫുട്ബോൾ ടീമിലെ കുട്ടികളായിട്ട് അഭിനയിച്ച ടീംമേറ്റ്സ് ആയിട്ട് അഭിനയിച്ച കുട്ടികളാണെങ്കിലും എല്ലാവരും അവർക്ക് കൊടുത്ത ജോലി അവർ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് മൈതാനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ പോയി കാണാം. ഇവിടെ തൃശ്ശൂർ ശോഭയിൽ ഐനോക്സിലുണ്ട്. ഞാൻ ഐനോക്സിലാണ് കണ്ടത്. സോ പോയി കാണുക. പ്ലീസ് ഡോണ്ട് മിസ് ദിസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.